നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. യാത്രകളിലൊക്കെ ദൈവം കൂടെ ഇരുന്നു സഹായിച്ചു. സ്തോത്രം. യേശുവൻ പക്ഷമായി തീർന്നതിനാൽ എന്നുള്ള പാട്ട് പാടിയ സമയത്ത് ഞാനൊരു കാര്യം ഓർക്കുമായിരുന്നു. ഒരു പെൺകുട്ടിയുടെ വിവാഹ സമയമായപ്പം ചില കാര്യങ്ങളൊക്കെ അവരുടെ പിതാവിനോട് പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒരാളെ വേണം വിവാഹം കഴിക്കാൻ. എന്നാൽ ആ പെൺകുട്ടി ചിന്തിക്കാത്ത സമയത്ത് തന്നെ വിവാഹാലോചന വന്നു. അപ്പൻ ചെറുക്കനെ കണ്ടില്ല, ഫോട്ടോ കണ്ടു. പക്ഷെങ്കിൽ കർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതാണ് കർത്താവിൻ്റെ ഹിതം, തൻ്റെ മകളെക്കുറിച്ചുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ ഉറച്ചു. ഒരു സമയത്ത് ആ സമയത്ത് തൻ്റെ ആ പെൺകുട്ടിയുടെ അമ്മയുടെ സിസ്റ്റർ വളരെ കരുതലോടാണ് വിളിച്ചത്. ചെറുക്കനെ കണ്ടിട്ടുണ്ടോ, ചെറുക്കൻ്റെ പേരെന്താണ്, ചെറുക്കന് എത്ര വയസ്സുണ്ട്, എവിടെ വീട് എന്നൊക്കെ ചോദിച്ചത് പെൺകുട്ടിയോടായിരുന്നു. പെൺകുട്ടിക്ക് ഇതിനൊന്നും ഉത്തരവില്ല, കാരണം കണ്ടിട്ടില്ലല്ലോ, അറിയില്ലല്ലോ. സ്തോത്രം. അപ്പോൾ വളരെ പ്രയാസത്തോടെ ആ അമ്മയുടെ അനുജത്തിയുടെ പ്രയാസത്തോടെ പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരുന്ന സമയത്ത് ആ പെൺകുട്ടി ഇങ്ങനെ പാടി, യേശുവൻ പക്ഷമായി തീർന്നതിനാൽ. ആ പിതാവ് എൻ്റെ പിതാവാണ്. സ്തോത്രം. നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഒരു ശാസ്ത്രി യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാണെന്ന്. അന്നേരം അദ്ദേഹം വിചാരിച്ചു, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അതൊക്കെ പറയുമെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. ഒരു പക്ഷേ കൂടെ ഉള്ളവരെക്കുറിച്ചൊക്കെ നോക്കിയിട്ടായിരിക്കും യേശുവിനോട് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അടുത്തതായി നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോൾ തന്നെ സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. പഴയ നിയമം മുഴുവനും സാരാംശമായി പറഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു. യേശു ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് മൂന്ന് വർഷത്തോളം യാത്ര ചെയ്തു. എടുക്കപ്പെടാനുള്ള സമയമായി. പല ചിന്തകൾ ശിഷ്യന്മാരുടെ മനസ്സിൽ കാണും. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതും എന്നിൽ വസിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണ്? ഒരു ബന്ധത്തെയാണ് കാണിക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധം. സ്തോത്രം. പല തെറ്റിദ്ധാരണകൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പലർക്കും ഉണ്ട്. ചർച്ചിൽ വന്നാൽ, സ്നാനപ്പെട്ടാൽ, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ പഠിച്ചാൽ, സൺഡേ സ്കൂളിൽ നല്ല മാർക്ക് മേടിച്ചാൽ എനിക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന പലരുമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ പറയായിരുന്നു, സ്നാനപ്പെട്ടു, ഭയങ്കര പഠിക്കാൻ വല്ല മിടുക്കനാണ്, അതുകൊണ്ട് സൺഡേ സ്കൂൾ എക്സാമിനൊക്കെ ഏറ്റവും ഫസ്റ്റ് മാർക്ക് അദ്ദേഹത്തിനാണ് ലഭിക്കുന്നത്. 19 വയസ്സായപ്പോഴാണ് മനസ്സിലായത്, എനിക്കും ദൈവമായിട്ടൊരു ബന്ധമില്ലല്ലോ. ഏതോ ഒരു മീറ്റിങ്ങിന് ആ ഒരു ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒന്ന് ഉണർന്നു, ദൈവവുമായി സമർപ്പിക്കപ്പെട്ടു. എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് കടന്നുപോയി. അപ്പോഴാണ് അവിടെ പല രീതിയിലുള്ള കുട്ടികൾ അകക്കൂടെ ഒരു ഏകാന്തത അനുഭവിക്കുന്നു. അപ്പോഴാണ് മൊബൈൽ ഫോണിലൂടെ കിട്ടിയ ചില അശ്ലീല ചിത്രങ്ങളൊക്കെ കാണാൻ തുടങ്ങി. ആ എംപ്റ്റിനെസ്, ആ ലോൺലിനെസ് ഫില്ലപ്പ് ചെയ്യാൻ കർത്താവുമായിട്ട് വളരെ അകന്നു. ഡിപ്രഷനായി. 7 വർഷത്തോളം അദ്ദേഹം എന്ത് ചെയ്തു? ഡിപ്രഷൻ്റെ മരുന്ന് എടുത്തു. താങ്ക്ഫുള്ളി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ ചെറുപ്പക്കാരൻ കർത്താവിലോട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സാധാരണ ഒരു വിശ്വാസിക്ക് മാത്രമല്ല, കർത്താവിൻ്റെ വേലയിലുള്ളവർക്കും പല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കർത്താവിൻ്റെ ആയിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. എവിടെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ദൈവവചനം പറയാൻ കിട്ടിയാൽ വളരെ പ്രാർത്ഥനയാണ്. പിന്നെ അടുത്ത പ്രാർത്ഥനയും സമർപ്പണവും ഒരു പക്ഷേ അടുത്ത ഓപ്പർച്യൂണിറ്റി വരുന്നിടം വരെയായിരിക്കും. അത്രയും നാളുമുള്ള സമയം അവർ ചിന്തിച്ചതും അവർ ആഗ്രഹിച്ചതും അവർ പ്രവർത്തിച്ചതുപോലൊക്കെ നടന്നു പോകും. അടുത്ത സമയം, അടുത്ത പ്രാർത്ഥനയ്ക്ക് അല്ലെ അടുത്ത വർഷിപ്പിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് എന്തു ചെയ്യും? അവർ പിന്നെയും പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എന്നോട് ഇടപെടണമേ. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനല്ല. വിശ്വാസിയാണെങ്കിലും
കർത്താവിൻ്റെ ദാസനാണെങ്കിലും കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. കർത്താവിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പാട്ടുപാടുന്നത്, പ്രസംഗിക്കുന്നത്, എല്ലാം കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പിതാവിനെ ഒരു വിവാഹം നടത്താനോ അല്ലെങ്കിൽ ഒരു ശിശുപ്രതിഷ്ഠയ്ക്കോ ഒരു ഭവന പ്രതിഷ്ഠയ്ക്കോ എന്തെങ്കിലും ഒരു പ്രസംഗിക്കാനോ ഏതെങ്കിലും ഒരു ക്ഷണം കിട്ടിയാൽ അന്നു മുതൽ എല്ലാ രാവിലത്തെ ഭവന പ്രാർത്ഥനയ്ക്കും വൈകിട്ടത്തെ ഭവന പ്രാർത്ഥനയ്ക്കും അച്ചാച്ചൻ ആ ഒരു കാര്യം പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവേ, ഇന്നടത്ത് വചനം ശുശ്രൂഷിക്കണമല്ലോ, ഇന്നടത്ത് വീട് പ്രതിഷ്ഠിക്കണമല്ലോ, ഇന്നടത്ത് വിവാഹം നടത്തണമല്ലോ, ദൈവത്തിൻ്റെ കൃപ തരണമേ. അപ്പോൾ നമ്മൾ ശുശ്രൂഷിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതും എല്ലാം ദൈവത്തിൽ നിന്നുള്ള ഒരു ബന്ധത്തിൽ നിന്നാണ്. സ്തോത്രം. അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ഞാൻ 2 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യത്തിലാണ്, നിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ എന്ത് ചെയ്യണം? നാം സ്നേഹിക്കണം. അതാണ് ആദ്യത്തേതും വലുതുമായ കൽപ്പന. അതിനോട് ചേർന്ന് തന്നെയുള്ള കൽപ്പനയാണ് എന്ത്? നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക. സ്തോത്രം. അബൈഡ് ഇൻ മീ ആൻഡ് ഐ വിൽ അബൈഡ് ഇൻ യു. ഐ അബൈഡ് ഇൻ യു. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. സ്തോത്രം. അടുത്ത സ്ലൈഡ് നോക്കുമ്പോൾ ഞാനൊരു നമുക്കെല്ലാം ഗിഫ്റ്റ്, എനിക്ക് ചെടി വലിയ ഇഷ്ടമാണ്. നമുക്കെല്ലാം ഒന്ന് ചിന്തിക്കുക, ഒരാളൊരു ചെടി നമുക്ക് തന്നു, വളരെ സ്നേഹമാണ് ചെടിക്ക്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സമയം കിട്ടിയില്ല, ചെടിക്കൊന്നും വെള്ളം ഒഴിക്കാനായിട്ട് പറ്റിയില്ല. കുറേ വെള്ളം ഒഴിക്കാൻ കിട്ടാകുമ്പോൾ എന്ത് ചെയ്യും? ചെടി അങ്ങ് വാടിപ്പോകും. സ്തോത്രം. ചെടിയോട് സ്നേഹമുള്ളത് കൊണ്ട് ചെടിക്ക് ആവശ്യമുള്ള ആഹാരമോ ഭക്ഷണമോ കൊടുക്കാതിരുന്നാൽ ചെടി വളരുമോ? ഇല്ല. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇത് തന്നെയാണ്. ദൈവത്തോട് എനിക്ക് വലിയ സ്നേഹമാണ്, പക്ഷേ ദൈവത്തോടുള്ള ബന്ധത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തന്നെ ഈ ചെടി ഉണങ്ങിപ്പോകുന്നത് പോലെ, വരണ്ടു പോകുന്നത് പോലെ, ഫലമില്ലാതാകുന്നത് പോലെ നമ്മുടെ ജീവിതവും ദൈവവുമായിട്ടുള്ള ബന്ധം അതെല്ലാം ഒരു നോമിനൽ, ഒരു പേരിന് വേണ്ടി, എൻ്റെ പേര് ക്രിസ്ത്യൻ പേരായതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമായിട്ട് ആയിത്തീരും. സ്തോത്രം. നാം മാത്രമല്ല ദൈവവുമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കുന്നത്, നമ്മുടെ ദൈവം നമ്മോടുള്ള ബന്ധം വളരെ ആഗ്രഹിക്കുന്നുണ്ട്. സൺഡേ വന്ന് കൈയടിച്ച് പാടുന്ന കാര്യം മാത്രമല്ല. ഇന്ന് പാട്ട് പാടിയപ്പോൾ നമ്മൾ പലരും കരഞ്ഞു കാണാം, അതൊക്കെ നല്ലതാണ്. പക്ഷെങ്കിൽ ഈ മൺഡേ മുതൽ അടുത്ത സാറ്റർഡേ വരെയുള്ള നമ്മുടെ ജീവിതം എന്താണ്? അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നാം ദൈവവുമായിട്ടുള്ള ബന്ധം. ഞായറാഴ്ച കൂട്ടത്തിൽ പാടാനും പറയത്തില്ലേ, വെള്ളത്തിൽ പൂട്ടാനും എന്നൊക്കെ പണ്ട് കാലത്ത് ആൾക്കാർ പറയുമായിരുന്നു. കൂട്ടത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും എല്ലാവർക്കും എളുപ്പമാണ്. അതേസമയം മൺഡേ തൊട്ട് സൺഡേ വരെയുള്ള, സാറ്റർഡേ വരെയുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? നമ്മുടെ കർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാണ്? വചനധ്യാനം എങ്ങനെയാണ്? കൂട്ടു സഹോദരന്മാരോട്, അല്ല നമ്മുടെ ഭവനത്തിലുള്ളവരോട് നമ്മുടെ ബന്ധം എന്താണ്? സ്തോത്രം. അതാണ് കാണിക്കുന്നത് നാം വളരുന്നുണ്ടോ. പാപം ചെയ്യുന്നില്ലെന്നല്ല, മറിച്ച് പാപം ചെയ്യുമ്പോൾ, എൻ്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോൾ, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, എന്നെ നിൻ്റെ മകനാക്കി സ്വീകരിക്കണമേ എന്ന് പറയാൻ ഉള്ള ഒരാഗ്രഹം. സ്തോത്രം. അതാണ് ദൈവവുമായിട്ടുള്ള ബന്ധം വളരുന്നത്. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ വരുന്നവർക്കും ചെറുപ്പക്കാർക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം പല ചോദ്യങ്ങളുണ്ട്. എന്നും ഞാൻ പ്രാർത്ഥിക്കണോ? എന്നും ഞാൻ ബൈബിൾ വായിക്കണോ? ഞാൻ മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയണോ? സ്തോത്രം. എന്നൊക്കെ പല ചോദ്യങ്ങളും നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ സ്നാനപ്പെട്ടതല്ലേ? ഞാൻ രക്ഷിക്കപ്പെട്ടതല്ലേ? ഞാൻ പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ചതല്ലേ? ഇനി എന്താണ് എനിക്കുള്ളത്? സ്തോത്രം. നിത്യജീവിതത്തെക്കുറിച്ച് നമ്മൾ എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? നമ്മുടെ മരണശേഷമുള്ള ദൈവവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? സ്തോത്രം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചൂടുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും മഴയുള്ള സമയത്തും മേഘം മൂടി സൂര്യനെ കാണാത്ത സമയത്തും 24/7 ദിവസവും 24 മണിക്കൂറും കർത്താവുമായിട്ടുള്ള ബന്ധം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. ബൈബിളിൽ പറയുന്നത് ഇറ്റ്സ് എ വാക്ക് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ളൊരു നടപ്പാണ്. ഡെയിലി ദൈവവുമായിട്ടുള്ള ഒരു നടപ്പാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നതല്ല. അല്ലെങ്കിൽ ദൈവം പറയുന്ന ഞാൻ കുല ചെയ്യുന്നില്ല, യെസ്. ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല, യെസ്. തിക്കിടുകയും തെറ്റിടുകയും ചെയ്യുന്നതല്ല, മറിച്ച് ദൈവത്തോട് എനിക്ക് സ്നേഹമുണ്ടോ?
സ്തോത്രം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഡെയിലി വാക്ക് വിത്ത് ഗാഡ്. എന്ന് വിചാരിച്ച് കുല ചെയ്യണം, പിന്നെ മറ്റേതൊക്കെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. റൈറ്റ് ആക്ഷൻസ് ഫോളോ റൈറ്റ് റിലേഷൻഷിപ്പ്. നല്ല നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധം ആയിക്കഴിയുമ്പോൾ എന്തു ചെയ്യും? അറിയാതെ തന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തി ചെയ്യാൻ, മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പ്രവൃത്തി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സ്തോത്രം. മീഖായുടെ പ്രവചനം, എല്ലാവരും ഒന്നും എപ്പോഴും മീഖ എടുക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് മീഖായുടെ പ്രവചനത്തിലോട്ട് നോക്കാം. ബൈബിളുള്ളവരൊക്കെ നോക്കാം. മീഖായുടെ പ്രവചനം 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോനയുടെ പുസ്തകം കഴിഞ്ഞാണ് മീഖ. മീഖ 6-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്കൊരുമിച്ചൊന്ന് വായിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണിത്. യോന, മീഖ, നഹൂം. യോനയുടെയും നഹൂമിൻ്റെയും ഇടയ്ക്കുള്ള പുസ്തകമാണ്. 6:8. 6:8 എല്ലാവരും കിട്ടിയോ? മീഖ ബൈബിളുള്ളവരെല്ലാം ഒന്ന് എടുത്താട്ടെ. മീഖ 6:8. മനുഷ്യ, ഒരുമിച്ച് വായിക്കാം. ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷ് വായിച്ചു, ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോട് നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പോൾ യഹോവ നമ്മളോട് നല്ലത് കാണിച്ചു തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുന്നു? ഏറ്റവും നല്ലത് ചെയ്യുമോ? എന്തൊക്കെയാണ് ഇവിടെ നല്ലത്? ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരർ ആയിരിക്കണം, പിന്നെ ദൈവസന്നിധിയിൽ വാക്ക് ഹംബ്ലി ബിഫോർ ദ ലോഡ്. ദൈവത്തോടുകൂടെ ദൈവം മുൻപാകെ എന്ത് ചെയ്യണം? നടക്കണം. താഴ്മയോട് നാം നടക്കണം. സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മൾക്ക് ആ വാക്യം നല്ലവണ്ണം അറിയാം. ശത്രുവിനോട് എതിർത്ത് നിൽക്കണം. തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഡ്രോ നിയർ ഗോഡ്. ദൈവത്തോടടുത്ത് വരണം. നമ്മൾ ശത്രുവിനോട് എതിർത്ത് നിന്നാൽ ശത്രു ഓടിപ്പോകും. പക്ഷേ നമ്മൾ ദൈവത്തോട് അടുത്ത് വരുമ്പോഴാണ് ദൈവം നമ്മോട് അടുത്ത് വരുന്നത്. അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലാണ്. കം ഡ്രോ നിയർ ടു ഗോഡ് ആൻഡ് ഹി വിൽ ഡ്രോ നിയർ ടു യു. ദൈവത്തോട് അടുത്ത് വരുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. സ്തോത്രം. നമ്മൾ ബൈബിളിൽ നമുക്കറിയാം, ആദാം ഹൗവ ദൈവത്തോടൊപ്പം നടന്നു, ഇല്ലേ? ബൈബിളിലുള്ള പലരും ദൈവത്തോടൊപ്പം നടന്നു. എന്നാൽ ഒരാളുടെ കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിലാണ് പറയുന്നത്, ഈനോക്കെന്ന് പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു മകൻ ജനിച്ചു. മകൻ ജനിച്ച ശേഷം 300 വർഷം അദ്ദേഹം ദൈവത്തോടൊപ്പം നടന്നെന്നാണ് പറയുന്നത്. ദൈവത്തോടൊപ്പം നടന്നു. മക്കളും പിന്നെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ ജനിച്ചു. അതിനുശേഷം ദൈവം അവനെ എടുത്തുകൊണ്ടു, കണ്ടില്ല. അപ്പോൾ ഫാമിലി ഉള്ളത് പുത്രന്മാരും പുത്രിമാരെയും സംരക്ഷിക്കുന്നതൊന്നും ദൈവവുമായിട്ടുള്ള നടപ്പിനൊരു തടസ്സമല്ല എന്നാണ് ഈനോക്കിൻ്റെ ജീവിതം നമ്മളെ കാണിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നാം ദൈവത്തോടൊപ്പം നടക്കുക. സ്തോത്രം. നാം 2 പേരോട് കൂടെ നടക്കണമെങ്കിൽ നമുക്കൊരു എഗ്രിമെൻ്റ് ഉണ്ടാകണം, ഇല്ലേ? അപ്പോൾ അടൂരോട്ട് പോകാനാണ് നമ്മൾ നടക്കുവാണെങ്കിൽ നമുക്ക് 2 പേരും അടൂരോട്ട് തന്നെയാണ് നടക്കുന്നതില്ലേ? അല്ലാതെ ഞാൻ പന്നിവിഴയ്ക്കും ഒരാൾ അടൂരോട്ടും പോയാൽ നമുക്ക് ഒരുമിച്ച് നടക്കാൻ പറ്റുമോ? ഇല്ല. ദൈവത്തോടൊരു എഗ്രിമെൻറ്റ്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാടോട്, ദൈവത്തിൻ്റെ കരുതലിനോട്, ദൈവത്തിൻ്റെ വാല്യൂസ്, ദൈവത്തിൻ്റെ മൂല്യത്തോടൊക്കെ എന്താണ് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നാം ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് പറ്റുകയുള്ളൂ. ദൈവത്തെ സ്നേഹിക്കണം. 2 പേര് ഒരുമിച്ച് നടക്കുമ്പോൾ സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഒരുമിച്ച് നടക്കാൻ പറ്റുകയുള്ളൂ, കാര്യം പറഞ്ഞ് നടക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? നടക്കും, പക്ഷേ വഴക്കുണ്ടാക്കിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ ദൈവത്തോടൊരു സ്നേഹം, ദൈവത്തോടുള്ള ആശ്രയം, ദൈവത്തോടുള്ള സമർപ്പണം. സ്തോത്രം. ദൈവം ചെയ്ത ഉപകാരങ്ങളൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ നടക്കുമ്പോഴൊക്കെ പണ്ടത്തെ കാര്യം ഓർത്തുകൊണ്ടല്ലേ നടക്കുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടൊരു നടത്തയാണ്. സ്തോത്രം. അപ്പോൾ ദൈവത്തോടൊപ്പം നടക്കുക എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചില കാര്യങ്ങൾ ചെയ്യുന്നു എന്നത് അതിലുപരിയായിട്ട് അനുസരണം വേണം. എന്നാൽ അതിലുപരിയായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. വഴി അറിയില്ല, പക്ഷെങ്കിൽ എൻ്റെ കൂടെ ഉള്ള ആൾക്ക് വഴി അറിയാം. സ്തോത്രം. മുമ്പിൽ എന്താണ്? ഇരുട്ടാണ്. എന്നാൽ എൻ്റെ കൂടെ ഉള്ളവൻ ഇരുട്ടിനെ പ്രകാശമാക്കുന്ന ദൈവമാണ്.
വഴി തടസ്സമാണ്. മുൻപിൽ വലിയൊരു നദി, പക്ഷെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവൻ വഴി തുറക്കാൻ ശക്തനാണ്. അത് ചെങ്കടലിലും വഴി തുറക്കാൻ ശക്തനാണ്. സ്തോത്രം. മരണം നമ്മുടെ മുമ്പിൽ വന്ന് മാടി വിളിക്കുമ്പം നമുക്ക് പേടിയായിരിക്കാം. നമുക്കറിയാം നമ്മുടെ ദൈവം മരണത്തെ ജയിച്ചവനാണ്. അങ്ങനെയുള്ള ഒരു ദൈവത്തോട് ചേർന്നുള്ളൊരു നടത്തമാണ്, അനുസരണമാണ്. ദൈവത്തോട് നമ്മൾ സംസാരിക്കുന്നു, കർത്താവേ എനിക്കത് വയ്യ, എനിക്കിത് വയ്യ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ തെറ്റ് ചെയ്യാൻ തോന്നുന്നു, ഇങ്ങനെ തെറ്റ് ചെയ്യാൻ തോന്നുന്നു, അതെല്ലാം പറയാം. ദൈവം പേടിക്കത്തില്ല കേട്ടോ. നമ്മുടെ പാപം ദൈവത്തോട് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നു കർത്താവേ, എനിക്ക് ദൈവത്തോട് തന്നെ ദേഷ്യം തോന്നുന്നു, അരിശം തോന്നുന്നു എന്ന് പറയുമ്പം ദൈവം ഒരിക്കലും പേടിക്കത്തില്ല. ദൈവം നമ്മൾ ഇട്ടിട്ട് പോകത്തുമില്ല. അങ്ങനെ പറഞ്ഞ് ഒത്തിരി പേര് ബൈബിളിലൊക്കെ ഉണ്ട്. പക്ഷേ എന്തു ചെയ്യും? ദൈവം നമ്മുടെ ചിന്തകളെ രൂപപ്പെടുത്തി കർത്താവിനോട് അനുരൂപമാക്കി തീർക്കും. ദൈവത്തോട് എപ്പോഴും ചേർന്ന് നടക്കുക, മറ്റുള്ളവർ കരുണ കാണിക്കുക. നമ്മൾ പറഞ്ഞല്ലോ, ന്യായം ചെയ്യുക, കരുണ കാണിക്കുക. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ചേരുന്നതായ തീരുമാനങ്ങൾ എടുക്കുക. പണം ഉപയോഗിക്കുന്നതിൽ, വസ്ത്രം ധരിക്കുന്നതിൽ, സ്തോത്രം, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മളുടെ ഓരോരോ ചെറിയതായി, ഈവൻ നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, അതും ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണല്ലോ. ഇതിനെല്ലാം എന്താണ്? തീരുമാനങ്ങൾ, കർത്താവിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നാം എന്താണ്? ദൈവത്തോടൊപ്പം നടക്കുകയാണ്. നമ്മുടെ ഭവനത്തിലുള്ള നമ്മൾ ഭർത്താവിനോട് സംസാരിക്കും, ഭാര്യയോട് സംസാരിക്കും, പപ്പായോട് സംസാരിക്കും, മമ്മിയോട്, പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറില്ലേ? നമ്മുടെ സംസാരങ്ങൾ എത്രമാത്രം ദൈവത്തെക്കുറിച്ചാണ്, അതോ നമ്മളെക്കുറിച്ചാണോ, മറ്റുള്ളവരുടെ കുറ്റമാണോ? എന്താണ് നമ്മൾ പറയുന്നത്? സ്തോത്രം. നമ്മുടെ സംസാരങ്ങൾ, ഭവനത്തിലുള്ള സംസാരങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നാം ദൈവത്തോടൊപ്പമാണോ നടക്കുന്നത് അല്ലയോ എന്ന്. സ്തോത്രം. കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ തലയോളം വളരാനാണ്. സ്തോത്രം. പല ഗുരുക്കന്മാരും പല ട്രിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. കാരണം എന്താർക്ക് ഇഷ്ടമല്ല എന്നെക്കാളും വലിയ ആളാകുന്നത്. എന്നാൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, നിങ്ങൾക്ക് എന്നിൽ ചെയ്യുന്നതിലും യു വിൽ ഡു ഗ്രേറ്റർ തിങ്സ്. വലിയ പ്രവൃത്തി, എന്നിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും. സ്തോത്രം. അപ്പോൾ ക്രിസ്തു നമ്മളിൽ ആഗ്രഹിക്കുന്ന എന്താണ്? നമ്മുടെ നടപ്പിൽ പക്വതയുള്ളവരായി, സ്തോത്രം, ക്രിസ്തു എന്ന തലയോളം വളരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അടുത്ത ഒരു സ്ലൈഡ് നോക്കുമ്പോൾ ഞാൻ 3 കാര്യങ്ങൾ ഈ ഒരു ചില പോയിൻറ്റ്സ് ആയിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം വളരണം. സ്തോത്രം. അതിന് നമ്മൾ വില കൊടുത്തേ സാധിക്കുകയുള്ളൂ. എത്ര വില കൊടുത്താണ് നമ്മൾ ഒരു സാധനം ഭവനത്തിൽ വാങ്ങിക്കുന്നത്? ആ വില കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മളത് ഇല്ലാതാക്കി കഴിയുമോ? വില അനുസരിച്ചാണ് ആ സാധനങ്ങൾ സൂക്ഷിക്കുന്നതില്ലേ? 10 രൂപയ്ക്ക് നമുക്ക് അവിടെ പോയി ചന്തയുടെ സൈഡിൽ നിന്ന് ഒരു പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നാൽ അത് നമുക്കൊരു പക്ഷേ പട്ടിക്ക് ആഹാരം കൊടുക്കാനും നമുക്കത് അത്ര താല്പര്യപ്പെട്ടെന്ന് വന്നിരിക്കാം. എന്നാൽ 10 പോയി 1000 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചുകൊണ്ട് വന്നാലോ അത് നമ്മുടെ പട്ടിയുടെ മുമ്പിൽ ആഹാരം വെക്കാൻ കൊടുക്കുമോ? നമ്മുടെ വീട്ടിൽ 2 പട്ടിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഒരിക്കലും ഇല്ല. വിലയ്ക്കനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്തത്? കാര്യങ്ങൾ കരുതുന്നത്. സ്തോത്രം. അപ്പോൾ ദൈവം നമ്മളെ വില കൊടുത്ത് വാങ്ങിയതാണ്. വലിയൊരു വില, തൻ്റെ പുത്രൻ്റെ രക്തം, ജീവൻ കൊടുത്ത് നമ്മളെ വാങ്ങിയതാണ്. അത്രയ്ക്ക് വില കൊടുത്ത് നമ്മളെ വാങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ച വിലയ്ക്കൊത്ത ഒരു വില ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കൊടുത്തേ പറ്റുകയുള്ളൂ. സ്തോത്രം. 3 കാര്യമാണ്: പ്രാർത്ഥന, ദൈവവചന ധ്യാനം, മൂന്നാമതായിട്ട് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. പ്രാർത്ഥന, ദൈവവചന ധ്യാനം, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുക. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തോട് സംസാരിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ദൈവമേ പറയുക. നമ്മൾ കൊച്ചു വർത്താനം കുഞ്ഞുങ്ങളോട് പറയില്ലേ? അതേ ഉള്ളൂ. ദൈവത്തോട് പറയുക. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ഞാൻ കൊച്ചുമക്കളുടെ കൂടെ ആയിരുന്നല്ലോ കഴിഞ്ഞ 1 മാസത്തോളം. അവരുടെ സംസാരം കേൾക്കാൻ വലിയ താല്പര്യമാണ് അല്ലേ? അവിടെ മക്കൾ സംസാരിക്കുന്ന കേൾക്കാൻ താല്പര്യമില്ലെന്നല്ല, പക്ഷേ ഈ കൊച്ചുമക്കൾ സംസാരിക്കുന്ന കേൾക്കുമ്പം നമുക്കൊരു പ്രത്യേക താല്പര്യമാണ്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ വന്ന് വാക്യം പറയുന്നത് കണ്ടില്ലേ? നമുക്കൊരു പ്രത്യേക സന്തോഷമില്ലായിരുന്നു. അതുപോലാണ് ദൈവത്തിനും നമ്മുടെ കൊച്ചു വർത്താനങ്ങൾ കേൾക്കാൻ ദൈവത്തിന് ആഗ്രഹമാണ്. സ്തോത്രം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക മാത്രമല്ല. കർത്താവ് എനിക്കത് വേണം, ഇത് വേണം. നമ്മുടെ പപ്പായുടെ അടുത്ത് ചെന്ന് അത് മാത്രം പറയുന്ന മക്കളെക്കുറിച്ച് നമുക്ക് എന്തായിരിക്കും ചിന്ത? അതായത് നമ്മുടെ അടുത്ത് വന്ന് പപ്പ എനിക്കത് വേണം, ഇത് വേണം, അത് മാത്രമേ പറയുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഈ കുഞ്ഞിന് എന്നെ ഒരു ATM മെഷീനെ പോലാണെന്നാണ് കാണുന്നത് ഇല്ലേ?
ചോദിച്ചതെല്ലാം ദൈവം തരത്തില്ലേ? തരും. പക്ഷെങ്കിൽ ദൈവത്തെ സ്തുതിക്കാനുള്ള സമയം ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ എത്ര സ്തുതിയാണ്, ആരാധനയാണ്, ഇല്ലേ? ദൈവത്തിന് നന്ദി പറയുന്നു, തൻ്റെ കുറവുകൾ ഏറ്റുപറയുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ പ്രതികൂല അവസ്ഥകളെല്ലാം നമ്മൾ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരികയാണ്. അതുമാത്രമല്ല, രാത്രിയിൽ നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന, നമ്മുടെ ഹൃദയത്തെ ഉണർത്തുന്ന നമ്മുടെ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. സീക്കിങ് ഗൈഡൻസ് ഫ്രം ഗോഡ്. ഇതെല്ലാം എന്താണ്? പ്രാർത്ഥനയാണ്. ഏറ്റവും നല്ല മാതൃക യേശുവാണ്. വലിയ വലിയ ജനക്കൂട്ടത്തിന് നടുവിലിരുന്നപ്പോഴും അദ്ദേഹത്തെ രാജാവാക്കാം, അങ്ങനാക്കാം, ഇങ്ങനാക്കാം എന്നൊക്കെ പറയുമ്പോഴെന്താണ്? വേറിട്ട് പോയി ഒരു സ്ഥലത്ത് പോയി അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. പ്രത്യേകിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് 12 ശിഷ്യന്മാരാരായിരിക്കണം? സ്തോത്രം. യേശു എന്താണ്? വേറിട്ട് പോയി പ്രാർത്ഥിക്കുകയാണ്. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന സമയത്ത്, കാറ്റിൻ്റെയും കടലിൻ്റെയും മേളിൽ നടക്കുന്ന സമയത്ത്, അതിന് തൊട്ട് മുമ്പ് എന്താണ്? യേശു പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. വലിയ പ്രതികൂലങ്ങൾ ഗത്സമന തോട്ടത്തിൽ അത് കഴിയുമ്പോൾ തൻ്റെ മരണമടുത്തു എന്ന് മനസ്സിലാക്കി. ആ സമയത്ത് എന്താണ്? ഏകനായി കൂട്ടിന് ആൾക്കാരെ വിളിച്ചു, ആരുമില്ല. പക്ഷെങ്കിൽ ഏകനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ആത്മാവിൽ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നാം എന്ത് ചെയ്യണം? ഇടവിടാതെ പ്രാർത്ഥിക്കണം. സ്തോത്രം. ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തെ കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴല്ലേ അവരുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുന്നത്. ശരിയാണോ? നമ്മൾ മറ്റുള്ളവരുടെ സമയം ചെലവഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വാ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വാ ഒന്ന് അടച്ചു വെച്ചാൽ മാത്രമേ അവർ പറയുന്നത് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ ദൈവം എന്ത് ചെയ്യും? നമ്മളോട് ദൈവത്തിൻ്റെ ഹിതം നമുക്ക് മനസ്സിലാക്കി തരും, ദൈവത്തിൻ്റെ സമാധാനം നമുക്ക് നൽകിത്തരും. ബൈബിളിൽ എത്രയോ ഇടത്ത് ജ്ഞാനമില്ലാത്തടത്ത് ദൈവം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് ജ്ഞാനം കൊടുത്തു. പ്രതികൂലങ്ങളെ അതിജീവിപ്പാനുള്ള ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങളെ അതിജീവിപ്പാനുള്ള ദൈവകൃപ നമുക്ക് തരും. സ്തോത്രം. പ്രത്യാശ ദൈവം നമുക്ക് തരും. സ്തോത്രം. പ്രതികൂല ഘട്ടങ്ങളിൽ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനെ അനുസരിപ്പാനുള്ള ഒരു ദൈവകൃപ നമുക്ക് തരും. ഇന്ന് ഞങ്ങൾ രാവിലെ ഡെയിലി ബ്രെഡ് വായിച്ച സമയത്ത് അവിടെ ഒരു കഥയുണ്ടായിരുന്നു, ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. ആ ചെറുപ്പക്കാരൻ എന്നും കിടക്കാൻ പോകുന്നതിന് മുമ്പേ തൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഫോട്ടോ എടുത്ത് ഉമ്മ വെക്കും. എന്താണെന്നറിയാമോ? അദ്ദേഹം ക്രിസ്തുവിനെ അറിഞ്ഞത് മുഖാന്തരം ആ മാതാവും പിതാവും അദ്ദേഹത്തെ ഡിസോൺ ചെയ്ത് പുറത്താക്കി. പിന്നെ അച്ഛനെയും അമ്മയും കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പ് എന്തു ചെയ്യും? അദ്ദേഹം ആ ഫോട്ടോ എടുത്ത് ഉമ്മ വെക്കും. പ്രാർത്ഥന പ്രതികൂലമായ സാഹചര്യങ്ങളിലും കർത്താവിനെ അനുസരിപ്പാൻ, സ്തോത്രം, ദൈവത്തിൽ ഒന്നുകൂടെ പ്രത്യാശ വെക്കാൻ, നിത്യതയിലുള്ള പ്രത്യാശ നൽകാൻ ദൈവം നമുക്ക് നൽകിത്തരും. പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പല കാര്യങ്ങളും നമുക്ക് വിചാരപ്പെടാം. എന്ത് കുടിക്കും, എന്ത് തിന്നും, എവിടെ പാർക്കും, സ്തോത്രം, കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ കാര്യം എല്ലാം വിചാരപ്പെടാം. പക്ഷെ ദൈവം പറയുന്നു, ഒന്നിനെക്കുറിച്ചും, അടുത്തിരിക്കുന്നുണ്ടോയെന്ന് പറഞ്ഞേ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. മറിച്ച് എന്ത് ചെയ്യണം? പ്രാർത്ഥനയെ, സ്തോത്രത്തോടെ നമ്മുടെ അപേക്ഷയൊക്കെ എന്ത് ചെയ്യണം? ദൈവത്തോട് പറയണം. ദൈവം അതെല്ലാം തക്ക സമയത്ത് നിവർത്തിച്ചു തരാം. നിങ്ങൾക്കറിയായിരിക്കാം, ഇന്നലെ ആനാൻ്റിയുടെ മകൻ്റെ വിവാഹ ഉറപ്പായിരുന്നു. എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട് അജയുടെ കല്യാണം നടക്കണമെന്ന്? ഈ ചർച്ചിലെ 100 പേരും പ്രാർത്ഥിച്ച് കാണും. 100 പേരുണ്ടെങ്കിൽ 100 പേരും പ്രാർത്ഥിച്ചു. കോവിഡ് സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുടെ സൂ മീറ്റിംഗ് ആണ്. കുഞ്ഞുങ്ങളുടെ സൂ മീറ്റിങ്ങിൻ്റെ സമയത്ത് ഈ കൊച്ചു പൊടി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുക. സേറയൊക്കെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിക്കുക, കർത്താവേ അജയ അച്ചാച്ചൻ്റെ കല്യാണം നടക്കണമേ, ജോസ് ചാൻ്റെ കല്യാണം നടക്കണമേ. അങ്ങനെ കുറേ അച്ചാച്ചന്മാരുടെ പേര് പറഞ്ഞ് പിള്ളേരെല്ലാം പ്രാർത്ഥിക്കുക. കല്യാണം എന്താന്ന് പോലും പിള്ളേർക്കറിയുമെന്ന് അറിയില്ല. അമ്മമാർ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ, അവർ പ്രാർത്ഥിക്കാനും തുടങ്ങി. സ്തോത്രം. തക്ക സമയത്ത് ദൈവം എന്ത് ചെയ്യും? എല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം നൽകിത്തരും. സ്തോത്രം. നമുക്കൊരു എമർജൻസി നമ്പർ ഉണ്ടല്ലോ, പോലീസിനെ വിളിക്കാൻ. എത്ര ആണ് നമ്മുടെ പോലീസിനെ വിളിക്കാൻ ഇന്ത്യയിലുള്ള നമ്പർ? എത്ര? 100 അല്ലേ? പക്ഷേ ബൈബിളിൽ പറയുന്നത് 33:3 എന്നാണ്. ജെറമയ 33:3. എൻ്റെ ഐഡിയ അല്ല, വേറെ ആരും റെഡിയാണ് കേട്ടോ. വിളിച്ചപേക്ഷിക്കാൻ ദൈവം അത്
ഉത്തരമരുളും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ദൈവം ഉത്തരമരുളും. ജെറമായ 33:3 ആണ്. ജെറമായ 33:3. ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ചിലരൊക്കെ ഓർക്കും ഒത്തിരി ഭംഗിയായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ പറഞ്ഞ് ശബ്ദമൊക്കെ മാറ്റി പ്രാർത്ഥിച്ചാലേ കർത്താവ് കേൾക്കുകയുള്ളൂ എന്നൊക്കെ ചിന്തിക്കുക. അല്ലെങ്കിൽ നീണ്ട പ്രാർത്ഥന. സ്തോത്രം. യേശുവിൻ്റെ പ്രാർത്ഥന, യേശുവിനോട് ഒരു സഹോദരി തൻ്റെ മകളെക്കുറിച്ച് പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ, കർത്താവേ കരുണ തോന്നണമേ. ചെറിയ ചെറിയ പ്രാർത്ഥന. യേശുവിൻ്റെ പ്രാർത്ഥനയും ചെറുതായിരുന്നു. ലാസർ കം ഔട്ട്, പുറത്തു വാ. ചെറിയ ചെറിയ പ്രാർത്ഥന. എന്നുവെച്ചാൽ ലോങ് പ്രെയർ ചെയ്യേണ്ടെന്നല്ല, ലോങ് പ്രെയർ ചെയ്യാം. പക്ഷേ ലോങ് പ്രെയർ ചെയ്യാൻ അറിയാൻ വയ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാതിരിക്കരുത്. സ്തോത്രം. ഫാൻസി ആയിട്ട് പ്രാർത്ഥിക്കാൻ അറിയാൻ വയ്യ എന്ന് പ്രാർത്ഥിക്കാതിരിക്കരുത്. സ്തോത്രം. ചെറിയ പ്രാർത്ഥനയും നമ്മുടെ ഞരക്കം പോലും, നമ്മുടെ ഞരക്കം ഉണ്ടല്ലോ, ഞരക്കം പോലും പരിശുദ്ധാത്മാവ് എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ദൈവത്തോട് പറയും, എൻ്റെ മകൾക്ക് ഇതാണ് ആവശ്യം, നീ അത് ചെയ്തു കൊടുക്കണം. സ്തോത്രം. നമ്മുടെ ആവശ്യമുള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴും ഇടവിടാതെ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കണം. സ്തോത്രം. രണ്ടാമതായിട്ട് ദൈവവചന വായനയും ധ്യാനവും. ദൈവവചന വായനയും ധ്യാനവും. നാം സങ്കീർത്തന പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം പറഞ്ഞു കൊടുക്കും ഇല്ലേ? ദുഷ്ടന്മാരുടെ വഴിയിൽ നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസം എഴുപ്പെടുത്തി ഇരിക്കരുത്. അതിൻ്റെ തൊട്ട് താഴെ എന്താണ്? യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവനെന്താണ്? ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന, ഇരവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾ, ഫലമുണ്ട്. വിതർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാടിപ്പോകത്തില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ വാടിപ്പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? നാം അതാണെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ചും കൂടെ ദൈവവചനം ധ്യാനിക്കണം. കുറച്ചും കൂടെ എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം. വലിയൊരു ജനസമൂഹത്തെ അക്കരയ്ക്ക് കടക്കാനായിട്ട് യോശുവ നിൽക്കുകയാണ്. യോശുവയുടെ നേതാവ് മരിച്ചുപോയി. യോശുവ തന്നെയാണ്. യോശുവയ്ക്ക് അറിയാം ഈ കൂടെ ഉള്ളവരുടെയൊക്കെ സ്വഭാവം നല്ലവണ്ണം അറിയാം. എത്ര പ്രാവശ്യം പുറകിൽ പോകാൻ, എത്ര പ്രാവശ്യം ഇല്ലാതാക്കാനൊക്കെ ശ്രമിച്ചതാ. യഹോവ യോശുവയോട് പറയുകയാണ്, എൻ്റെ ന്യായപ്രമാണത്തിലെ വചനം നിൻ്റെ വായിലിരിക്കണം, നീ അതിനെ രാവും പകലും ധ്യാനിക്കണം. എന്നിട്ട് അതിൽ ചെയ്തതൊക്കെ, എഴുതിയിരിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? നീ പ്രമാണിക്കണം. നീ എന്ത് ചെയ്യും? യു ബി പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ. നീ ഫലമുള്ളവനായി, നീ ജയിക്കുന്നവനായി തീരും. എപ്പോൾ? ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ. സ്തോത്രം. നമ്മൾ ഓർക്കും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം, എല്ലാം ചെയ്യണം. പക്ഷെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷനായിട്ടുള്ളത് എന്താണ്? ദൈവവചന ധ്യാനവും അതിൻ്റെ പ്രാർത്ഥനയുമാണ്, അതിൻ്റെ പഠനവുമാണ്. സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഫാദർ കുറേ 20-30 വയസ്സോളമായിട്ടാണ് പഠിക്കാനായിട്ട് വിദേശത്ത് പോകുന്നത്. ഇംഗ്ലീഷാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അത്ര വശമില്ല. ഇവിടുന്ന് പോയതല്ലേ 1963 കാര്യമാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ എടുക്കും, എഴുതും, പകർത്തും. ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് അദ്ദേഹം പകർത്തി എഴുതും. അവസാനം ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അവസാന വർഷത്തെ ഗ്രേഡൊക്കെ A+ ആണ്. A+ എന്ന് പറഞ്ഞാൽ 95 above ആണ് അവിടുത്തെ A+. ആ ബൈബിൾ പകർത്തി, ബൈബിൾ ധ്യാനിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ബുദ്ധിയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ദൈവവചനം ധ്യാനിക്കണം. സ്തോത്രം. ദൈവവചനം നമ്മുടെ കാലിന് ദീപമാണില്ലേ? പാതയ്ക്ക് പ്രകാശമാണ്. സ്തോത്രം. ഈ പാറമേൽ വീട് പണിത ആ പുരുഷൻ്റെ കാര്യം എന്താണ്? അദ്ദേഹം ദൈവവചനം കേട്ട് എന്ത് ചെയ്തു? അനുസരിച്ചു. ദൈവവചനം കേട്ട് അനുസരിച്ചു. ഞാനൊരു ചെറുപ്പക്കാരൻ്റെ കാര്യം പറഞ്ഞില്ലേ, അദ്ദേഹം അഡിക്റ്റഡായി ഡിപ്രഷനൊക്കെ ആയിപ്പോയെന്ന്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തിരിച്ചു വളവിൻ്റെ കീ ആയിട്ടുള്ള കാര്യം, അദ്ദേഹം ഒരു ചലഞ്ച് ഏറ്റെടുത്തു. 50 അധ്യായം ഓരോ ദിവസവും വായിച്ച് 90 ദിവസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കുക. അദ്ദേഹം പറഞ്ഞു, ഈ 50 അധ്യായം വായിക്കുമ്പോൾ പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടൊന്നും മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ദൈവാത്മാവ് അദ്ദേഹത്തിന് വെളിപ്പെടുത്താൻ തുടങ്ങി. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ബ്രെയിനിൽ ഒരു ഷിഫ്റ്റിംഗ് നടക്കുകയാണെന്ന്. കാരണം ബൈബിളിലുണ്ട്, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയാണ്. അത് നമ്മുടെ പ്രാണനെയും ആത്മാവിനെയും സത്യഭഞ്ജങ്ങളൊക്കെ തുളച്ചു ചെല്ലും. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെയൊക്കെ മനസ്സിലാക്കി രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ദൈവവുമായിട്ടുള്ള നടപ്പിൽ ദൈവത്തിൻ്റെ വചനം നാം വായിക്കണം. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം വായിക്കുക മാത്രമല്ല, ധ്യാനിച്ച് അതനുസരിച്ചാൽ പ്രതികൂലങ്ങൾ മണ്ണിലുള്ള വീട്ടുകാർക്കും വരും, പാറമേലുള്ള വീട്ടുകാർക്കും വരും, അപ്പുറത്തെ വീട്ടുകാർക്കും വരും, ഇപ്പുറത്തെ വീട്ടുകാർക്കും വരും. പക്ഷെ നമ്മൾ നിലംപരിചാകാത്തതിൻ്റെ കാരണം നമ്മുടെ പൈസയോ, നമ്മുടെ മിടുക്കോ, നമ്മുടെ കുടുംബ പാരമ്പര്യമോ, നമ്മുടെ സ്വാധീനമോ, അല്ലെ തൊട്ടടുത്തുള്ള ഡോക്ടറോ നേഴ്സോ ഒന്നും അല്ല. മറിച്ച് എന്താണ്? കർത്താവ് നമ്മളെ കാക്കുന്നു.
സ്തോത്രം. പാറമേൽ അടിസ്ഥാനമുള്ള ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്. കാരണം എന്താണ്? തൻ്റെ വചനം വായിച്ച് അനുസരിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം കർത്താവിനാണ്. നമ്മുടെ ബാങ്ക് ബാലൻസിനോ നമ്മുടെ അയൽവക്കക്കാർക്കോ ഒന്നുമല്ല. അവരെല്ലാം നമുക്ക് നല്ലത്, അവരെല്ലാം നമ്മളെ സഹായിക്കും. പക്ഷെങ്കിൽ ഉത്തരവാദിത്വമുള്ളവൻ കർത്താവാണ്. ആ കർത്താവ് നമ്മളെ പരിപാലിക്കും, അക്കരെ വരെ പരിപാലിക്കും. അതുമാത്രമല്ല, അടുത്ത തലമുറയും ദൈവം പരിപാലിക്കും. സ്തോത്രം. കാരണം നീതിമാൻ ആഹാരമിരിക്കുന്നതും നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് എൻ്റെ പിതാവ് ഞങ്ങൾക്ക് തന്ന വാക്തത്വമാണിത്. ഇത് ഓർത്തോണം മക്കളെ. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഫാദർ മരിച്ച സമയത്തുള്ള ആ രോഗം നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ഞങ്ങളുടെ ഭവനത്തിൽ പ്രായമായ എല്ലാവർക്കും അസുഖങ്ങളാണ്. അച്ചാച്ചനെ ശുശ്രൂഷിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം കോവിഡില്ല. ടെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം കോവിഡില്ല. അതുകൊണ്ട് അച്ചാച്ചനോടൊപ്പം അവസാനം വരെ നിൽക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും ദൈവം കൃപ തന്നു. ഞങ്ങൾക്ക് കൂടെ കോവിഡാണെങ്കിൽ എന്ത് ചെയ്തേനെ? തുണയില്ലാതെ മരിക്കേണ്ടി വന്നേനെ. കഴിഞ്ഞ ദിവസം ഞാനത് ഓർക്കുമായിരുന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരമിരിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം വായിച്ച് ധ്യാനിച്ച് അതനുസരിക്കണം. അത് നമ്മുടെ കുഞ്ഞുങ്ങളെയും പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. മൂന്നാമതായിട്ട് ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറയണം. സ്തോത്രം. എന്താണ് പറയേണ്ടത് നമുക്കറിയില്ല. നമുക്ക് ഇതൊന്നും പഠിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടില്ലേ? അതങ്ങ് പറഞ്ഞാൽ മതി. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തില്ലേ? അതങ്ങ് പറഞ്ഞാൽ മതി. എനിക്കൊരാവശ്യമുണ്ടായിരുന്നു, ദൈവം അത് നൽകി തന്നു, ആ ദൈവം നിങ്ങളെയും നടത്തും. അത്രയും പറഞ്ഞാൽ മതി. ഒരു കണ്ണുപൊട്ടൻ, ഒരു ബെഗർ വേറൊരു ബെഗറിനോട് എന്ന് പറയുകയാണ്, എവിടെ കിട്ടും ആഹാരം? അതാണ് സുവിശേഷം. എനിക്ക് രോഗമുണ്ടായിരുന്നു, കർത്താവിനെ സൗഖ്യമാക്കി. എൻ്റെ ഭവനത്തിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, കർത്താവിൻ്റെ ഭവനത്തിൽ സമാധാനം നൽകി തന്നു. സ്തോത്രം. വഴിയറിയാത്ത സമയങ്ങൾ എനിക്കുണ്ടായിരുന്നു, കർത്താവിനോട് സംസാരിച്ചു. എന്ന് പറയുമ്പോഴെന്താണ്? നമ്മുടെ ചുറ്റുപാടും തപ്പിത്തടയുന്ന, വഴിയറിയാത്ത, പ്രയാസം അനുഭവിക്കുന്ന 1000 ജനങ്ങളുണ്ട്. സ്തോത്രം. എനിക്ക് അപ്പം കിട്ടി, അതുകൊണ്ട് ആ അപ്പം എൻ്റെ മാത്രം ആക്കി വെക്കാനല്ല, മറിച്ച് അപ്പമില്ലാതെ അപ്പം അന്വേഷിക്കുന്ന മറ്റുള്ളവരോട് പറയുകയാണ്. സ്തോത്രം. പാസ്റ്റർമാർക്ക് മാത്രമുള്ള ജോലിയല്ല, എല്ലാവർക്കും. യേശു പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകും. എവിടെയാണോ അവിടെ എല്ലാം. യെരുശലേമിലോ യഹൂദയിലോ ശമരിയയിലോ ലോകത്തിൽ എവിടെ പോയാലും എന്താണ്? നാം സാക്ഷികളാകും. സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ ജോസഫിൻ്റെ കഥ വായിക്കുകയായിരുന്നേ. ജോസഫ് മരിക്കാൻ പോവുകയാണ്. ജോസഫ് മക്കളോട് പറയുകയാണ്, സഹോദരനോട് പറയുകയാണ്, ഒരു സമയത്ത് ഈ മിസ്രൈമിൽ നിന്ന് നിങ്ങളെ ദൈവം വിടുവിക്കും. അപ്പം നിങ്ങൾ എൻ്റെ അസ്ഥി കൂടെ കൊണ്ടുപോകണം. സ്തോത്രം. അന്ന് അവർക്ക് ബൈബിളില്ല, വായിക്കാൻ ബൈബിളില്ല. ഒരു ദേവദാസൻ പറഞ്ഞു, പലരും വായിക്കുന്ന ബൈബിൾ നമ്മുടെ ജീവിതമായിരിക്കുമെന്ന്. ഒരുപക്ഷെ അവർ ബൈബിളിലെ ഒരു ലൈൻ പോലും വായിക്കത്തില്ലായിരിക്കാം, പക്ഷെ പലരും വായിക്കുന്ന ബൈബിൾ നമ്മുടെ ജീവിതമായിരിക്കാം. അപ്പോൾ ജോസഫ് അന്ന് ബൈബിളില്ല, പക്ഷേ ജോസഫ് പറഞ്ഞു കൊടുക്കുകയാണ്, സഹോദരന്മാരെ, ഞാൻ മരിക്കാൻ പോവുകയാണ്, പക്ഷേ ഒരു വാക്തത്വമുണ്ട്. അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, യാക്കോബിനോടും പറഞ്ഞൊരു വാക്തത്വമുണ്ട്. ആ വാക്തത്വം നിറവേറും. പ്രത്യാശ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മരണസമയത്ത് പോലും എന്താണ്? കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഒരവസരം നമുക്ക് ഉണ്ടാകും. സ്തോത്രം. പലപ്പോഴും വചനം വായിക്കാനും പ്രാർത്ഥിപ്പാനും മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാനും പല പല തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. സ്തോത്രം. ഒരു പക്ഷേ ബിസി സ്കെഡ്യൂളായിരിക്കും. എനിക്കൊരു നേരം ഇല്ലല്ലോ, ഇല്ലേ? 24 മണിക്കൂർ 2 വാച്ച് നമ്മുടെ കൈ കെട്ടിയാൽ നമുക്ക് നേരമുണ്ടോ? ഇല്ല. പണ്ടത്തെ അമ്മച്ചിമാർക്ക് 10 മക്കളുണ്ടായിരുന്നു. അവർ വെള്ളം കോരണമായിരുന്നു, അവർ അരയ്ക്കണമായിരുന്നു, പിന്നെ അവർക്ക് തുണി നനയ്ക്കണമായിരുന്നു, പിന്നെ കണ്ട ഉണ്ടായിരുന്നു. പണ്ടത്തെ അമ്മച്ചിമാരുടെ ഇതെല്ലാം ഉണ്ടായിട്ടും അവരെല്ലാ കാര്യങ്ങളും ചെയ്തു. നമുക്ക് മിക്സി ഉണ്ട്, വാട്ടർ എല്ലാം ഉണ്ട്, എല്ലാം പ്രസ് ചെയ്താൽ മതി, എല്ലാം വരും. സുഖിയുണ്ട്, പ്രസ് ചെയ്താൽ സുഖിയും വരും. എന്നാലും നമുക്കെന്താണ്? നമുക്ക് സമയമേ ഇല്ല. പ്രാർത്ഥിക്കാനും സമയമില്ല, വചനം വായിക്കാനും സമയമില്ല. നമുക്ക് ടെലിവിഷനുണ്ട്, മൊബൈൽ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, വീഡിയോ ഗെയിംസ് ഉണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് മടിയുണ്ട്, മറവിയുണ്ട്, പിന്നെ കുറച്ച് ഡിസ്കറേജ്മെൻ്റ് ഉണ്ട്, ഇല്ലേ? നിരുത്സാഹമുണ്ട്, പിന്നെ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഉണ്ടാകുമ്പോൾ എന്താണ്? വചനം വായിക്കാനും വയ്യ,
സമയമില്ല, പ്രാർത്ഥിക്കാനും സമയമില്ല. എൻ്റെയും കൂടെ കാര്യം പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കാര്യം മാത്രമല്ല, എൻ്റെ ഭർത്താവിനോട് ചോദിച്ചാൽ മതി, എൻ്റെയും കൂടെ കാര്യം പറയുന്നത്. ബട്ട് ഗോഡ് ഇൻവൈറ്റ്സ് us ടു വാക്ക് വിത്ത് ഹിം ഡെയിലി. ദൈവത്തോടൊപ്പം നമ്മൾ ബലഹീനരാണോ? കർത്താവ് പറയാണ്, യു തേഴ്സ്റ്റി കം, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ, പണമൊന്നും തരണ്ട, ഐ വിൽ ഗീവ് യു ഫ്രീ. തരാം. ഗാഡ് ഇൻവൈറ്റ്സ് അസ്. സ്മോൾ ഹാബിറ്റ്സ്, നമ്മളുടെ ചെറിയ ചെറിയ ഹാബിറ്റ്സാണ് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ഒരു ആദായമാകുന്നത്. അല്ലാതെ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത് നല്ല കാര്യം, സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്ന നല്ല കാര്യം, ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കാം, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് നല്ല കാര്യം, ഇതെല്ലാം നല്ല നല്ല കാര്യങ്ങളാണ്. പക്ഷേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ. കർത്താവേ കരുണ തോന്നണമേ. ഞാൻ എൻ്റെ കൊച്ചുമക്കളെ പഠിപ്പിക്കുകയായിരുന്നു. 10 കൈ എടുത്തിട്ട് പറഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് പറയണം, ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി, ലോർഡ് ഹാവ് മെർസി. കർത്താവേ കരുണ തോന്നണമേ. കരുണയല്ലേ നമുക്ക് വേണ്ടത്. എവിടെയെങ്കിലും കിട്ടുമോ? ഇപ്പോൾ ഒത്തിരി സൂപ്പർ മാർക്കറ്റ് ഇവിടെ തുറന്നിട്ടുണ്ടല്ലോ. 1 കിലോ കരുണ കിട്ടുമോ? 1 കിലോ കമ്പാഷൻ കിട്ടുമോ? 1 കിലോ സ്നേഹം കിട്ടുമോ? ബാക്കി എല്ലാം കിട്ടും, കിലോ കണക്കിന് കിട്ടും. പക്ഷെങ്കിൽ ഇത് കിട്ടുന്നത് ഒരേ ഉള്ളൂ, ദൈവമാണ്. ദൈവത്തിൻ്റെ ഇടത്ത്, സ്തോത്രം, ആ ദൈവത്തോട് ചേർന്ന് നടപ്പാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. ദൈവത്തിന് നമ്മളെ ആവശ്യമുള്ളത്, നമുക്ക് ദൈവത്തെ ആവശ്യമുള്ളത് സൺഡേ മാത്രമല്ല, മറിച്ച് നമ്മൾ മരിക്കുന്നിടം വരെ ദൈവമായിട്ടുള്ള ബന്ധം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കാം. പ്രാർത്ഥിപ്പാനായി ഞാൻ എത്ര സമയം എടുക്കുന്നുണ്ട്? വചനം വായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? ഈ ബൈബിളൊന്ന് കയ്യിലെടുത്തിട്ട്, ഈ ബൈബിൾ ഒരു പക്ഷേ നമ്മുടെ ചർച്ചിലെ ബൈബിളായിരിക്കാം, ഇതെൻ്റെ ചർച്ചിലെ ബൈബിളാണ്, അല്ലെ എൻ്റെ വീട്ടിൽ വായിക്കുന്ന ബൈബിൾ എൻ്റെ കയ്യിലെടുത്തിട്ട് എത്ര നാളായി. ഈ സമയം താത്തു വെക്കാൻ നേരമില്ല. നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം. കർത്താവിൻ്റെ വചനം വായിക്കാൻ നമ്മൾ എത്ര സമയമാണ് എടുക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുന്നുണ്ടോ നമ്മൾ ബൈബിൾ വായിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കട്ടിൻ്റെ മുട്ടുകുത്തി കണ്ണുനീരോട് പ്രാർത്ഥിക്കും, നമ്മുടെ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടോ? പല കാര്യങ്ങളും കുഞ്ഞുങ്ങളങ്ങ് മറക്കും. പക്ഷേ ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഓർക്കും, എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മ നമ്മൾ ഓർക്കുന്നില്ല, എൻ്റെ അമ്മ ബൈബിൾ വായിച്ചു, അതൊക്കെ നമ്മൾ ഓർക്കും ഇല്ലേ? എൻ്റെ അമ്മ പ്രതികൂല സമയങ്ങളിൽ കണ്ണുനീരോട് പ്രാർത്ഥിച്ചു. അതൊക്കെ കാണുമ്പോഴെന്താണ്? അടുത്ത തലമുറയ്ക്ക് റെസിലൻസാണ്. എന്താണ്? വാടിപ്പോകത്തില്ല. വലിയ 5 അക്ക സാലറി ഒന്നും കിട്ടത്തില്ലായിരിക്കാം, പക്ഷേ കർത്താവരുടെ കാര്യങ്ങളെല്ലാം നടത്തും. കർത്താവ് പട്ടിണി കിടത്തത്തില്ല. കാരണം എന്താണ്? ദൈവം അവരുടെ കാര്യങ്ങളെല്ലാം നടത്തും. ഏലിയാവിൻ്റെ കാക്ക ഇന്നും മരിച്ചു പോയിട്ടില്ല, ഏലിയാവിൻ്റെ കാക്ക ഇന്നും ഉണ്ട്. കാക്കയല്ലായിരിക്കാം, വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും നമ്മുടെ വീട്ടിൽ വരും, നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളവരല്ലേ നമ്മളെല്ലാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വരും, സമയത്ത് വരും. സ്തോത്രം. താങ്ക് യു ലോർഡ് ജീസസ്. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ, കർത്താവിൻ്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർ അനുഭവിക്കാൻ, സ്തോത്രം, നമുക്ക് സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും നിങ്ങൾ 3 അധ്യായം ഒരു ദിവസം വായിച്ചാൽ 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീരും. 3 അധ്യായം ഒരു ദിവസം വായിച്ചാൽ 1 വർഷം കൊണ്ട് ബൈബിൾ വായിച്ച് തീരും. പല ആവർത്തി ബൈബിൾ വായിക്കുക. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അത് ജീവനായി, രോഗശാന്തിയായി. ദൈവത്തിൻ്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാണില്ലേ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ വചനം കൊണ്ട് ദൈവം സൃഷ്ടിച്ചു ഇല്ലേ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ സൃഷ്ടിപ്പിൻ്റെ ക്രിയ ചെയ്യും. പുതിയ അവയവങ്ങളെ ദൈവം തരും ഇല്ലേ? ഇല്ലാത്തതിനെല്ലാം മാറ്റി കർത്താവ് നമ്മൾ പുതിയത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തരും. സ്തോത്രം. ബൈബിൾ വചനങ്ങൾ കാണാതെ പഠിക്കുക. ഇന്ന് നമ്മൾ വായിച്ച വചനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വചനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കുക. കർത്താവെ കരുണ തോന്നണമേ എന്ന് കൂടെ ആവർത്തിക്കുക. സ്തോത്രം. ആരോടെങ്കിലുമൊക്കെ കർത്താവിനെക്കുറിച്ച് പറയുക. കർത്താവ് നല്ലവനാണ് കേട്ടോ സഹോദരി, കർത്താവ് കൈവിടത്തില്ല കേട്ടോ സഹോദരി, കർത്താവ് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല. അതൊക്കെ പറയുമ്പോഴെന്താണ്? ദൈവം അവരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. ദൈവത്തിൻ്റെ സ്നേഹം, ലവ് ദ ലോർഡ് യുവർ ഗാഡ്, കർത്താവിനെ നമ്മൾ ഹൃദയത്തോട് സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവരിലോട്ട് നമ്മുടെ സ്നേഹം ഒഴുകി വരും. സ്തോത്രം. കരുണ കാണിക്കണേ, ദയാതൽപരൻ അല്ലേ? ദയാതൽപരൻ. ദൈവത്തിനോട് നമ്മൾ അടുത്ത് നടക്കുമ്പോൾ എന്ത് ചെയ്യും? ദൈവം ദയാതൽപരനായതുകൊണ്ട് ദൈവം നമുക്കും അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. ഒരു പക്ഷേ രോഗിയായ ഒരു കുട്ടിയായിരിക്കാം നമ്മുടെ ക്ലാസ്സിലുള്ളത്, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കുടുംബത്തിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു യങ് മദർ, ചെറുപ്പക്കാരിയായ ഒരു സഹോദരി 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ, അങ്ങനെയുള്ളൊരു സഹോദരിയായിരിക്കാം, അല്ലെങ്കിൽ തന്നെ താമസിക്കുന്ന പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കാം. അവരോടെല്ലാം കരുണയുടെ വാക്ക് പറയാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. സ്തോത്രം. ഷാറിൻ ഇന്ന് കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്രയാണ്. രാവിലെ വിളിച്ചപ്പം അവളൊരു മെസ്സേജ് അയച്ചു, എനിക്ക് തന്നെ കരയണമെന്ന് തോന്നുക,
ഇളയാൾ ഭയങ്കര കരച്ചിലാണ്. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്ന സമയം മുതൽ ഫ്ലൈറ്റ് കയറി താഴെ കിടന്ന് കരച്ചിലാണ്. ചിലരൊക്കെ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഇന്ന് 8 മണിക്കൂർ ഫ്ലൈറ്റ് നല്ല പരിപാടിയായിരിക്കാം. അപ്പോൾ ഒരു സഹോദരി, ഒരു പ്രായമുള്ള അമ്മ വന്നിട്ട് ആ മോളോട് പറഞ്ഞു, മോളെ ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നല്ലോ, പുറത്തോട്ടൊന്ന് നോക്കാം എന്ന് പറഞ്ഞൊരു ലോലിപോപ്പ് കൊടുത്തു. ലോലിപോപ്പ് 10 രൂപ വിലയില്ലേ, ഒരു ലോലിപോപ്പ് കൊടുത്തു. ആ കുഞ്ഞ് ശാന്തമായി. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഏഞ്ചലിനെ അയച്ചതാണ്. നമുക്കും മറ്റുള്ളവരുടെ ഏഞ്ചലാവാം കേട്ടോ. മറ്റുള്ളവരുടെ ദൂതനായി നമുക്കുമായി തീരാം. എപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലൂടെ മറ്റുള്ളവർക്ക് പോകുമ്പോൾ നമുക്കും ഏഞ്ചലായി തീരാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവുമായിട്ടുള്ള എന്നുമുള്ള നടത്താണ്. നമ്മുടെ പേര് ചേർത്ത് പറയാമോ? ആനി ദൈവത്തോടൊപ്പം നടന്നു, 300 വർഷം നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടാൽ കാണാതെ. നമ്മുടെ പേര് ചേർത്തൊന്ന് പറയാമോ? സവിത അല്ലെങ്കിൽ സരിത എന്ന് പറയാമോ? മുമ്പിലേക്ക് 2 പേരുടെ പേര് പറഞ്ഞതേ ഉള്ളേ. ദൈവത്തോടൊപ്പം നടന്നു, എടുത്തുകൊണ്ടാൽ കാണാതായി. 300 വർഷം ജീവിക്കുമോ എനിക്കറിയില്ല. ചിലപ്പോൾ അതാണെങ്കിൽ ജീവിച്ചോട്ടെ. എത്ര വർഷമാണെങ്കിലും കർത്താവിനോടൊപ്പം നടക്കാൻ. സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ പ്രത്യേകിച്ച് ക്ഷീണത്തിലായിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളിലായിരിക്കുമ്പോൾ, പ്രയാസത്തിലായിരിക്കുമ്പോൾ മറക്കരുതേ, കർത്താവ് നമ്മോടൊപ്പം നടക്കുകയാണ്. തീയിലൂടെ നടക്കുമ്പോൾ, വെള്ളത്തിലൂടെ നടക്കുമ്പോൾ കർത്താവ് നമ്മളെ ചിലപ്പോൾ എടുത്തോണ്ട് നടക്കും. നമുക്ക് വയ്യാത്ത സമയത്ത് നമ്മൾ കുഞ്ഞുങ്ങളോടൊപ്പം നടക്കുമ്പോഴേ, കുഞ്ഞുങ്ങൾ ഒത്തിരി കരയുമ്പോൾ എന്ത് ചെയ്യും? അമ്മ എന്ത് ചെയ്യും? കുഞ്ഞുങ്ങളെ അങ്ങ് എടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യും? അമ്മ അങ്ങ് നടക്കും. അതേപോലെ ദൈവത്തോട് കൂടെ നടക്കുമ്പം ചിലപ്പോൾ നടക്കാൻ പറ്റാത്ത സാഹചര്യം എന്ത് ചെയ്യും? അവൻ നമ്മളെ അങ്ങ് എടുക്കും. തോളിൽ ഏറ്റി എന്ത് ചെയ്യും? നമ്മളെ നിശ്ചിത സ്ഥാനത്ത് കൊണ്ടെത്തിക്കും. ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒന്ന് ചിന്തിച്ച് നോക്കി. എങ്ങനെയുണ്ട്? ഞായറാഴ്ച വന്നിട്ട് പ്രാർത്ഥിച്ചു കടന്നുപോയി പുസ്തകം അടച്ചു വെച്ചാൽ, ബൈബിൾ അടച്ചു വെച്ചാൽ, പിന്നെ അടുത്ത ഞായറാഴ്ചയാണോ പൊടി തട്ടുന്നത്? അതോ ഈ സാധനം എടുക്കുന്നതേ ഇല്ലേ? മൊബൈൽ ഫോണിൽ ബൈബിൾ ഉള്ളത് കൊണ്ട് ഈ സാധനം തുറക്കാറേ ഇല്ലേ? സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് നമ്മൾ എത്ര സമയം എടുക്കുന്നുണ്ട്? 10 മിനിറ്റെങ്കിലും. കുടുംബ പ്രാർത്ഥനയുടെ കാര്യമല്ല, കുടുംബ പ്രാർത്ഥന വേറെ. സ്വന്തമായി പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ്, 10 മിനിറ്റ്. സ്തോത്രം. ദാനിയേൽ പതിവ് പോലെ പ്രാർത്ഥിച്ചു. പ്രതികൂല സമയങ്ങളിൽ പതിവ് പോലെ പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ, സഹോദരിയെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനയ്ക്ക് വിളിക്കാൻ, അല്ലെങ്കിൽ ചർച്ചിലോട്ടൊന്ന് വിളിക്കാൻ. കർത്താവിൻ്റെ കരുണ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. മനുഷ്യർ ക്രൂരമായ വാക്കുകളാണ് പറയുന്നത്. മനുഷ്യർ സമാധാനമായ വാക്കുകൾ പറയാറുന്ന വളരെ കുറവാണിപ്പോൾ. നമ്മുടെ വായിൽ നിന്ന് ദയയുള്ള വാക്ക് പറയാൻ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. മറ്റൊരു ജീവിതത്തിൽ ഒരു പക്ഷേ ദൈവദൂതനായി ദൈവം നമ്മളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. താങ്ക് യു ഫാദർ, താങ്ക് യു ലോർഡ് ജീസസ്. ദൈവസന്നിധി നമ്മളെ ഒന്ന് സമർപ്പിക്കാമോ? ക്യാൻ വി ഗിവ് അവർ സെൽഫ് ടു ദ ലോർഡ്? ദൈവത്തോടൊന്ന് പറയാമോ? കർത്താവേ, അങ്ങയുമായിട്ടുള്ള ബന്ധം എനിക്ക് വളരെ വലുതാണ്. താങ്ക് യു, താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു. പ്രാർത്ഥിപ്പാൻ, വചനം വായിക്കാൻ, മറ്റുള്ളവരുടെ കർത്താവിനെക്കുറിച്ച് പറയാൻ, അങ്ങയെ അനുസരിപ്പാൻ ദൈവനെ സഹായിക്കണമേ. സ്തോത്രം. ബലഹീനമെന്ന് തോന്നുന്നെങ്കിൽ കർത്താവിനോട് പറയാമോ? കർത്താവേ, എനിക്ക് ബലമില്ല യാത്ര ചെയ്യാൻ, എനിക്ക് ബലമില്ല യാത്ര ചെയ്യാൻ. എനിക്ക് ബലമില്ലാത്ത സമയത്ത് ദൈവം എന്നെ കരങ്ങളിൽ വഹിക്കുമല്ലോ കർത്താവേ.